നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 5 പുലർച്ചെ 4:18 ഒരു മഹാദുരന്തം സംഭവിക്കും. മഹാനഗരങ്ങൾ കടലിലും വീഴും. ജപ്പാനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസുക്കിയുടെ പ്രവചനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ജൂലൈ 5 ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് തൽസുക്കിയുടെ പ്രവചനക്കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിരതയുണ്ടായി. തൻ്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണത്രേ ബാബ വാങ്ക. കോവിഡ് വ്യാപനവും 2011 സുനാമിയുമൊക്കെ നേരത്തെ തൽസുക്കി പ്രവചിച്ചിട്ടുണ്ടെന്ന് എന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത്. തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ 470-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക ഇരട്ടിയായി. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ ദുരന്തത്തിന് ഇനി 4 നാളുകൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബാർഗോറിയൻ ജ്യോതിഷി ബാബ വാങ്ക. 2ാം ലോക മഹായുദ്ധം, ചോർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമൻ്റെയും മരണത്തീയതി തുടങ്ങിയവയെല്ലാം ബാബ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു. എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജപ്പാനീസ് മംഗ കലാകാരിയാണ് റിയോ തൽസുക്കി. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുക്കി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത്. 1999 പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ 2011 മാർച്ചിലെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ ദുരന്തത്തിൽ ഏകദേശം 12,000 പേർ മരിക്കുകയും ഫുകുഷിമ ഡൈച്ചി ആണവ ദുരന്തത്തിൽ കാരണമാവുകയും ചെയ്തിരുന്നു. താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുക്കിയുടെ അവകാശവാദം. 2021 ദുരന്തത്തിന് പിന്നാലെ 1999 അച്ചടിച്ച ഈ കൃതി ജപ്പാനിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. 1995 കോംബോ ഭൂകമ്പവും ഇതിഹാസ സംഗീതജ്ഞൻ മെർക്കുറിയുടെ മരണവും വരെ തൽസുക്കിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് ഫ്യൂച്ചർ ഐസോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ 15 സ്വപ്നങ്ങളെപ്പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിൽ 13 യാഥാർത്ഥ്യമായെന്ന് തൽസുക്കിയുടെ ആരാധകർ വാദിക്കുന്നു. 2011 വരെ തൽസുക്കിയുടെ പ്രവചനത്തിന് കാര്യമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. എന്നാൽ 2011 ഭൂചലനവും സുനാമിയും കണ്ടതോടെ ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പ്രവചനങ്ങൾ സത്യമായെന്ന പ്രചാരണത്തിന് പിന്നാലെ ജപ്പാൻ, ചൈന, തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ 9 ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. 2011 ഫ്യൂച്ചർ ഐസോയുടെ ഒരു കംപ്ലീറ്റ് വേർഷൻ പുറത്തിറക്കി. ഇതിലാണ് 2025 ജൂലൈയിൽ ജപ്പാൻ മഹാദുരന്തം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പുള്ളത്. അതും ദിവസവും സമയവുമടക്കം. ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടലിനടിയിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും 2011 തൊഹാക്കു ദുരന്തത്തിൽ കണ്ടതിനേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള സുനാമി ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രവചനം. നഗരങ്ങൾ കടലിൽ വീഴും, വെള്ളം തിളച്ചുമറിയും, വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും ഫ്യൂച്ചർ ഐസോയിൽ തൽസുക്കി പറയുന്നു. ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചുമറിയുമെന്ന തൽസുക്കിയുടെ പ്രവചനം വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ജൂലൈ 5 നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചു. ജൂലൈ അടുത്തതോടെ തൽസുക്കിയുടെ പ്രവചനം ജനങ്ങളിൽ ഭീതി പടർത്താൻ തുടങ്ങി. ടോക്കര ദ്വീപുകളിലുണ്ടായ ഭൂചലനം ഈ പേടി ഇരട്ടിയാക്കി. ടോക്കരയിൽ ആകെയുള്ള 12 ദ്വീപുകളിൽ 7 മാത്രമാണ് ജനവാസമുള്ളത്. 700ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. സജീവ അഗ്നിപർവ്വതമുള്ള ടോക്കര ദ്വീപുകളിൽ തുടർച്ചയായി ഭൂചലനമുണ്ടാകുന്നത് ഇതാദ്യമായല്ല. 2023 സെപ്റ്റംബർ 15 ദിവസത്തിനുള്ളിൽ 346 ഭൂചലനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളെ തുടർന്ന് ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ ഒഴിവാക്കിയിരിക്കുകയാണ് ആളുകൾ. ജൂലൈ 5 ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കി കഴിഞ്ഞു. ജപ്പാനിലെ മാത്രമല്ല ചൈനയിലെയും ടൂറിസ്റ്റ് മേഖലയെ ഈ പ്രവചനം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിലൊക്കെ ജൂലൈ 5 ഡിസാസ്റ്റർ, റിയോ തൽസുക്കി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആണ്. ജൂലൈ 5 ചൈന, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാര യാത്രകൾ 80% റദ്ദായത്.
എന്നാൽ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്ത ഇത്തരം പ്രവചനങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ജപ്പാൻ ഭരണകൂടം ജനങ്ങളോട് പറയുന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ജപ്പാനീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക മുന്നറിയിപ്പുകളെ മാത്രം കണക്കിലെടുക്കുക, കിംവദന്തികൾ വിശ്വസിക്കാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകൾ അധികൃതർ നൽകുന്നുണ്ടെങ്കിലും ആളുകൾ ഇതൊന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല. ജപ്പാനീസ് ജനത വിദേശത്തേക്ക് പലായനം ചെയ്യുന്നില്ല. അതിനാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആളുകൾ ഈ കിംവദന്തികൾ അവഗണിച്ച് ജപ്പാനിലേക്ക് സന്ദർശനം നടത്തണമെന്ന് മിയോഗി പ്രവിശ്യയുടെ ഗവർണർ യോഷിയേര മുരോയി പറഞ്ഞു. ഒന്നും സംഭവിക്കാതെ ജൂലൈ കടന്നുപോകുമെന്ന് തന്നെയാണ് അധികൃതർ വിശ്വസിക്കുന്നത്. എന്നാൽ 2011 മുന്നിൽ നിൽക്കവേ എങ്ങാനും ഈ ദുരന്തം ഉണ്ടായാലോ എന്ന ഭീതി ജനങ്ങൾക്കുണ്ട്. കൃത്യമായ ഭൂകമ്പ പ്രവചനം നിലവിൽ അസാധ്യമാണെന്നാണ് ജപ്പാനീസ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഊന്നി പറയുന്നത്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ ഉൾപ്പെടുന്ന ഭൂരിഭാഗം വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സുനാമി സാധ്യതാ പ്രദേശമാണിത്. ലോകത്തുണ്ടാകുന്ന ഭൂചലനങ്ങളുടെ 18% ജപ്പാനിലാണ് സംഭവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം 1500 ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ടത്രേ. ഇതിൻ്റെ ഭൂരിഭാഗവും ചെറിയ ചലനങ്ങളാണ്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭൂചലനങ്ങൾ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ ഇവിടെ എപ്പോൾ വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല എന്നാണ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നത്. മറുവശത്ത് തൻ്റെ പുസ്തകത്തിന് ഇത്രയും ശ്രദ്ധ ലഭിക്കുന്നത് വളരെ പോസിറ്റീവായി കാണുന്നുവെന്നാണ് റിയോ തൽസിയുടെ പ്രതികരണം. ഇത് ദുരന്ത നിവാരണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. തൻ്റെ സ്വപ്നങ്ങളെ അമിതമായി ആശ്രയിക്കാതെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായി പ്രവർത്തിക്കേണ്ടത് പ്രധാനമാണെന്ന് അവർ പറഞ്ഞു. ജൂലൈ 5 എന്ത് സംഭവിക്കും? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.